ഹലോ. ഈ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. കൂടുതലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് പോകാറുള്ളത്. ഫാമിലിയുടെ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ വളരെ റയറാണ്. കാരണം ഒന്നെങ്കിൽ ചിലപ്പോൾ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ചേച്ചിക്ക് അവർക്കൊന്നും ആർക്കും അങ്ങനെ ഫ്രീ ആകാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പോകൽ വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടിയും കൂടുതൽ മെമ്മറീസ് ഉണ്ടാവുക അച്ഛനും അമ്മനൊക്കെ കൂട്ടിയുള്ളൊരു കുഞ്ഞ് ഫാമിലി ട്രിപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം പോയി നമ്മൾ അതിരപ്പള്ളിയിലേക്ക്. ഒരു പ്ലാനിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ പറഞ്ഞ് പോകുക എന്നുള്ളത് ഞങ്ങൾ പുറപ്പെട്ടു പോന്നു. ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ, അച്ഛൻ, അമ്മ, ചേച്ചി, ഉണ്ണിമോള്, ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ആക്ച്വലി ഏട്ടൻ പോകുന്നതിനെക്കാട്ടിയും മുമ്പ് ഏട്ടൻ എബ്രോഡാണ്. അപ്പോൾ ഏട്ടൻ എബ്രോഡ് പോണേക്കാട്ടി മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പ് എടുത്തൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോഴാണ് ഇടണമെന്ന് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു അതിരപ്പള്ളി ട്രിപ്പ് പോകുന്നതാണ്. അടിപൊളിയായിരുന്നു. കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ ഉണ്ണിമോളുണ്ടായിരുന്നു. ഉണ്ണിമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ മാരേജ് ചെയ്യാൻ പോകുന്ന ആളാണ്. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമ്മളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അങ്ങനെ ഉണ്ണിമോളൊക്കെ അത്രയും കെയർ ചെയ്തിട്ടാണ് അച്ഛൻ കൊണ്ടുനടക്കുന്നത്. അച്ഛനാണെങ്കിൽ എല്ലാവരും കൊണ്ടുനടക്കുന്നത്. അതിനിടയിൽ നമ്മൾ അച്ഛൻ്റെ ഫോണൊക്കെ ഒന്ന് ആ കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ വീണ് അതൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിരപ്പള്ളിയിൽ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർഫാളിൻ്റെ തൊട്ടടുത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴായിരുന്നു തൊട്ടപ്പുറത്ത് ഒരു പാറയുടെ മേളിൽ അച്ഛനും അമ്മയുണ്ട് ജാക്കിനും റോസിനെ പോലെ കയറി നിൽക്കുന്നത്. എങ്ങനെ കയറിയെന്നൊരു പിടുത്തമില്ല. അതിനുശേഷം പിന്നെ എല്ലാവരും ഒക്കെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോന്നു. ഹാവ് എ നൈസ് ഡേ.